ജീവനൊടുക്കിയ ഭാര്യയുടെ കാമുകനെ വകവരുത്തി യുവാവും സംഘവും വെടിവെച്ച് വീഴ്ത്തിയത് കൃഷിയിടത്തിൽ നിന്ന് മടങ്ങും വഴി. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലെ ഷാദ്ര ബൻഗർ ഗ്രാമത്തിൽ നടന്ന സംഭവമാണ്. 26 വയസ്സുകാരൻ അക്ഷയാണ് കൊല്ലപ്പെട്ടത്. 3 പേർ ചേർന്ന് അയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കൃഷിയിടത്തിൽ നിന്നും ഇയാൾ വൈകുന്നേരം മടങ്ങും വഴിയാണ് ഈ ആക്രമണം. പ്രതികൾ മനോജ് കുമാർ, യുവക്, ഭരത് എന്നീ ചെറുപ്പക്കാർ. ഇവർക്കെതിരെയാണ് അക്ഷയുടെ കുടുംബത്തിന്റെ പരാതി. അതിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3 പേരും ഒളിവിലുമാണ്. दिनांक 23 तारीख को ग्राम शाहदरा बांगर थाना क्षेत्र भोपा इसमें एक हत्या की सूचना प्राप्त हुई थी, जहां 25 से 26 साल के व्यक्ति अक्षय की जो है गोली मारकर हत्या कर दी गई थी। इस सूचना पर तत्काल एसएसपी सर द्वारा, मेरे द्वारा, समस्त पुलिस टीम द्वारा और एफएसएल द्वारा जो मौके का घटनास्थल का निरीक्षण किया गया था, मौके से जो है विधिवत तरीके से, साइंटिफिक तरीके से साक्ष्य संकलित किए गए थे। इसमें इस घटना के कुछ चश्मदीद गवाह भी थे, जिन्होंने बताया कि उसकी हत्या जो है उसी के परिवार का जो भाई लगता है मनोज, उसका नाबालिग बेटा और उसका भतीजा भरत, इन तीनों के द्वारा जो है उसकी हत्या कर दी गई। और उनके उसने जो चश्मदीद गवाह उन्होंने ये भी बताया कि तीनों में एक के हाथ में तमंचा था और 2 के हाथ में धारदार हथियार थे, जिससे उन्होंने वार किया और फायर किया। दोनों के बीच में आपस में जो है पारिवारिक विवाद चला आ रहा था। കുറ്റാരോപിതനായിട്ടുള്ള മനോജ് കുമാറും അക്ഷയും തമ്മിലുള്ള പ്രശ്നം, വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്താണ് കാരണം? ഈ മനോജ് കുമാർ, അതായത് പ്രതിയായിട്ടുള്ള മനോജ് കുമാറിന്റെ ഭാര്യയും ഈ കൊല്ലപ്പെട്ട അക്ഷയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഇക്കാര്യം മനോജ് കുമാർ അറിഞ്ഞതോടെ പ്രശ്നം രൂക്ഷമായി. അങ്ങനെ വലിയ വഴക്കായി, വീട്ടിൽ സംഘർഷമായി. തുടർന്ന് ഈ മനോജിന്റെ ഭാര്യ, അതായത് ഈ കൊല്ലപ്പെട്ട അക്ഷയയുടെ കാമുകി, അവർ ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യയോടുകൂടി സംഭവം കൂടുതൽ വഷളായി. അങ്ങനെ ഗത്യന്തരമില്ലാതെ അക്ഷയ്ക്ക് നാടുവിടേണ്ടി വന്നു. പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ യുവാവ് തിരികെ നാട്ടിലേക്ക് വരുന്നത്. തിരിച്ചെത്തിയതിന് പിന്നാലെ വീണ്ടും തർക്കമായി, സംഘർഷമായി. മനോജും അക്ഷയും തമ്മിൽ മുഖാമുഖം എത്തുമ്പോഴൊക്കെ അവിടെ വൈരാഗ്യം ഉടലെടുത്തു. അങ്ങനെ ഈ വൈരാഗ്യം മൂർച്ഛിച്ചാണ് കൊലപാതകത്തിലേക്ക് എത്തിയതെന്ന് പോലീസ്. इसमें जो बताया जा रहा है कि जो अक्षय है उसके मनोज की पत्नी से कुछ समय पहले कुछ संबंध भी थे, और जिस में दोनों परिवारों के बीच विवाद हुआ था। मनोज की पत्नी ने 6 महीने पहले इसी विवाद के चलते हुए जहर खाकर आत्महत्या भी कर ली थी। और अक्षय जो है ज्यादातर गांव से बाहर ही रह रहा था उस विवाद के बाद से। कल घटना से 1 दिन पहले वो गांव जब वापस आया था तो दोनों परिवारों के बीच में आपस में टकरारबाजी हुई, कमेंटबाजी हुई, और जिसके बाद तीनों लोगों ने जो है उसकी गोली मारकर जो है उसकी हत्या कर दी। इसमें अभियुक्तों की गिरफ्तारी के लिए, और उन्होंने अपनी घटना का यही मोटिव बताया कि जो मनोज की पत्नी के साथ उसके संबंध थे। मनोज इस चीज को लेकर बहुत ही ज्यादा आक्रोशित था, और जब उसने उसको गांव में वापस देखा तो उसको एकदम मौके पे बहुत गुस्सा आया। आपस में उनका झगड़ा हुआ, उसने कुछ ऐसे कमेंट किए, जिसके बाद उसने जो है मौके में आवेश में आकर उसको जो है ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അക്ഷയുടെ മരണം സംഭവിച്ചിരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ 3 പോലീസ് സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട് എന്നും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുമാണ് SSP വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.